അപ്പോൾ ഞാനിപ്പം പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ആദ്യം 1s 2s 2p 3s 3p 4s 4p ഈ രീതിയിൽ എഴുതാം. 5s 5p 6x 6p 7s 7p എന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് 4sൻ്റെ ശേഷം ഒന്ന് 3d എഴുതാം, 4d എഴുതാം, 5d 6d എഴുതാം. അതിനുശേഷം ലാസ്റ്റിൽ രണ്ടും 4f 5 കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ എനർജി സീക്വൻസ് ആണ്. കാര്യം മനസ്സിലാക്കുക. ഈ ഒരു സീക്വൻസിലാണ് എന്ത് പോകുന്നത്, എന്താണ് നമുക്ക് ഇലക്ട്രോൺസ് അലോട്ട് ചെയ്യാം. 1s കഴിഞ്ഞാൽ 2s 2s 2p 3s 3p 3s 4s 4s 3d 4p 5s 4d 5p 6x 4f 5d 6p 7s ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, മനസ്സിലായി. ഇനി മാക്സിമം ഇലക്ട്രോൺസ് ഇൻ ദിസ് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു സീക്വൻസ് എന്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ സാറ് പറയുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ എന്താ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പീരീഡിലും ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ആണ്. എവിടുത്തെ ഓരോ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ എലിമെൻറ്റ്സിലും ഓരോ പീരിയഡ്സിലും എങ്ങനെയാണ് ഇലക്ട്രോൺസിൻ്റെ അലോക്കേഷൻ നടക്കുന്നത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സീക്വൻസ്. ഓക്കെ, അപ്പം ഇവിടെ ഉള്ള ഏറ്റവും വലിയ നമ്പർ, ഇപ്പോൾ ഓരോ റോയിലുള്ളയും ഏറ്റവും വലിയ നമ്പറാണല്ലോ, ഏറ്റവും വലിയ നമ്പറാണ് നമ്മൾ പീരീഡായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഉള്ളത് ആകെ 1. അപ്പോൾ ഫസ്റ്റ് പീരീഡ് എത്ര ഇലക്ട്രോൺസിന്, എസ്സിൽ 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. സെക്കൻഡ് പീരീഡ് എത്ര ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യാം, ഇവിടെ 2p 6 സോ 8 ഇലക്ട്രോൺ. തേർഡ് പീരീഡിൽ എത്ര ആൾക്കാരെ ആഡ് ചെയ്യാം, 2 6 8. ഫോർത്ത് പീരീഡിലാണെങ്കിലോ, ഫോർത്ത് പീരീഡ് നമ്മൾ പീരിയോഡ് ടേബിളിൻ്റെ ഫോർത്ത് പീരീഡ് ആട്ടോ പറയുന്നത്, എത്ര ആഡ് ചെയ്യാം, 2 10 6 ദാറ്റ് ഈസ് എത്ര 2 10 എത്രയാണ്, 12 6 18. ഫിഫ്ത്തിലാണെങ്കിൽ 18, സിക്സ്ത്തിലാണെങ്കിൽ 32, എല്ലാത്തിനും എഫിൽ 14, ഇവിടെ 2, ഇവിടെ 10, ഇവിടെ 6, ആ രീതിയിൽ 32. ഇപ്പോൾ ഇവ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ നമ്മൾ 2, 2, 8, 8, 18, 18, 32, 32 ഇത് നമ്മൾ വിളിക്കുന്നതാണ് മാജിക് നമ്പർ. ഇപ്പോൾ ഈ മാജിക് നമ്പർ എന്താണ് പറയുന്നത്, നമ്മളോട് എന്താണ് ഈ മാജിക് നമ്പർ പറയുന്നത്, ഓരോ പീരീഡിലും നല്ല ഓരോ പീരീഡിലെ ഓരോ ഈ പറഞ്ഞ സെറ്റിൽ ഉണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ മാജിക് നമ്പറോട് നമ്മളോട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഓരോ പീരീഡിലും ഉണ്ടാകുന്ന മാക്സിമം നമ്പർ അല്ല, ഓരോ പീരീഡിലും ഉണ്ടാകുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണ് ആക്ച്വലി ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന കാര്യം പറഞ്ഞാൽ വിശ്വസിക്കണം. ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പീരിയഡ് നമ്പർ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പീരീഡ് എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടെ 2, സോ 2. സെക്കൻഡ് പീരീഡ് എത്ര ഉണ്ട്, 8. തേർഡ് പീരീഡ് എത്ര ഉണ്ട്, 8. ഫോർത്ത് പീരീഡ് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 18. ഫിഫ്ത്ത് പീരീഡ് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 18. സിക്സ് പീരീഡ് 32 എലമെൻറ്റ്സ് ഉണ്ട്. സെവൻത്ത് പീരീഡ് 32 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എന്താണ് അതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അതിൻ്റെ അറ്റോമിക് നമ്പേഴ്സും ആദ്യം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിൽ നമുക്ക് നോക്കാം. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചത് ഈ ഒരു സീക്വൻസ് ഇതൊന്നും ഇങ്ങനെ മൈൻഡിൽ വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ, സോ ആദ്യം 1s തുടങ്ങുന്നു. സോ 1s1 ഫസ്റ്റ് പീരീഡിൽ 1s1 വേറൊന്നും കൊടുക്കാനില്ല. അടുത്ത ഇവിടെ 1s2 ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു. സെക്കൻഡ് പീരീഡ് എങ്ങനെ തുടങ്ങുന്നത്, 2s 2p എന്ന രീതിയിലാണ്. സോ 2s1 2s2 കഴിഞ്ഞു. വേറെ കൊടുക്കാനുണ്ടോ യെസ്, 2p ഉണ്ടല്ലോ, അടുത്ത 2p ആണ്. അതേ 2p ആണ് ഇവിടെ, 2p1 2p2 2p3 2p4 2p5 2p6 ഡൺ. അടുത്ത തേർഡ് പീരീഡ് 3s ആണ് തുടങ്ങുന്നത്. 3s1 3s2 ഓക്കെ. അടുത്ത ആരെങ്കിലും ഉണ്ടോ, ആരുമില്ല. പിന്നെ 3p1 3p2 3p3 3p4 3p5 3p6 ഡൺ. അടുത്തെന്താണ് 4s ആണെങ്കിൽ ഓക്കെ, 4s1 4s2 ഡൺ. അതിന് ശേഷം 4sന് ശേഷം എന്ത് ചെയ്യുന്നു, 3d ആണ്. അതാണ് ഇവിടെ വരുന്നത് 3d1 3d2 3d3 34 35 36 37 37 38 39 എന്തെല്ലാം പോകുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നത് നമ്മൾ 3d സീരീസ്, അതുകൊണ്ടാണ് 3d സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ് 5s നോക്കി നോക്കാം. 5s1 5s2 ആ രീതിയിലാണ് പോകുന്നത്. അടുത്തത് 6s ആണ്. ഇപ്പോൾ 6x, അത് കഴിഞ്ഞിട്ട് എന്താ 6x1 6s2 പിന്നെ 4f പിന്നെ 5d ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെ 4f അങ്ങനെയാണ് പോകുന്നുണ്ട്. 4f1 4f2 ആ രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, അല്ല ഗ്യാപ്പിൽ ഇങ്ങനെ എന്തോ കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. ബാക്കിയെല്ലാം 5dയിലാണ് പോകുന്നത്, പിന്നെ 6pയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇടയിൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് ഗ്രൂപ്പിൽ ലാന്തനവും അതേപോലെ ആക്ടീനിയവും അതിൻ്റെ ഇടയിൽ അതിന് ശേഷം ലാന്തനത്തിന് ശേഷം അതേപോലെ ആക്ടീനത്തിന് ശേഷവും ഒരു 28 എലമെൻറ്റ്സിൻ്റെ സ്പോട്ട് ഉണ്ട്.
ആ 28 എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക്. ആ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, തേർഡ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എന്താണ് ഇൻഡൾജ് ആണ്. ഈ തേർഡ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തൊരു സംഭവമാണ്. പക്ഷേ അങ്ങനെ കൊടുത്തതിനെ വളരെ അലമ്പായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ തേർഡ് ഗ്രൂപ്പിനെ മാറ്റി നിർത്തിയിട്ട് വേറൊരു ഗ്രൂപ്പ് തന്നെ ആക്കിയിട്ട് വരച്ചിട്ടുള്ളത് എഫ് ബ്ലോക്കിന് വേണ്ടിയിട്ട്. പക്ഷേ എഫ് ബ്ലോക്ക് ആക്ച്വലി തേർഡ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ലാന്തനത്തിന് ശേഷം, ലാന്തനം ആക്ച്വലി ഡി ബ്ലോക്കിൻ്റെ എലമെൻ്റ് ആണ്. ആക്ടീനിയും എന്താണ് ആക്ടീനിയവും എന്താണ് ഡി ബ്ലോക്കിൻ്റെ എലമെൻറ്റ്. പക്ഷേ അതിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് എന്ത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. പിന്നെ എസ് ബ്ലോക്കും ഡി ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. പി ഒക്കെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് വീഴുന്നത് അതാണ് അയാളുടെ സബ്ഷെൽ അല്ലെങ്കിൽ അയാളുടെ ബ്ലോക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലാന്തനത്തിനും അതേപോലെ എന്താണ് എന്താണ് നമ്മുടെ കംപ്ലീറ്റ് എഫ് ബ്ലോക്കും ലാന്തനവും ആക്ടീനിയവും എല്ലാം എന്താണ് ഗ്രൂപ്പ് ചെയ്ത തേർഡ് ഗ്രൂപ്പിലുള്ള എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ ഇത്ര ഇൻഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഇനി അടുത്ത് എന്താണ് അറ്റോമിക് നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് സ്റ്റോറിയാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണുള്ളതെന്ന് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം വേറൊരു മാജിക് നമ്പർ കൂടി മനസ്സിലാക്കണം. നോബൽ ഗ്യാസിൻ്റെ നമ്പേഴ്സും കൂടി മനസ്സിലാക്കണം. നോബൽ ഗ്യാസ് ഏതൊക്കെ രീതിയിലുള്ളത്. ഇപ്പോൾ നോബൽ ഗ്യാസിൻ്റെ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയുന്നതാണ്. 18ാം ഗ്രൂപ്പിലാണ് നമ്മൾ നോബൽ ഗ്യാസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും? ആദ്യം 2, 10 ഇത് ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് നോക്കാം. നമുക്ക് 2, 10, 18, പിന്നെ 36, പിന്നെ 54, പിന്നെ 86, പിന്നെ 118. ഓക്കെ, ഈ നമ്പർ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെന്താ പറഞ്ഞുകൊടുക്കുന്നത്? ഈ പറഞ്ഞ നമ്പേഴ്സ് എല്ലാം എന്തെന്നാണ്? ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോബൽ ഗ്യാസിലുള്ള ഓരോ എലമെൻറ്റ്സിനെയും അറ്റോമിക് നമ്പറാണ് ഞാൻ ഈ ഒരു നമ്പറായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 118 എലമെൻറ്റ്സിനും 118 വരെയുള്ള അറ്റോമിക് നമ്പറുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ എങ്ങനെ ഇനി അറ്റോമിക് നമ്പർ ഏതാണ്, ഏതൊക്കെ കോളം ഏതൊക്കെ എലമെൻറ്റ്സിനാണ് ഏതൊക്കെ അറ്റോമിക് നമ്പറുള്ളത് നമ്മളിങ്ങനെ മനസ്സിലാക്കാം. നമ്മളിങ്ങനെ ഈ ഒരു ഓർഡർ തുടങ്ങും. ഇത് 1, ഓക്കെ, കൊടുക്കാനൊന്നുമില്ല. 2 കഴിഞ്ഞല്ലോ ആയി. ഇനി അടുത്തെന്താണ് 3. 1 അതിന് 2 അതിന് 2ൻ്റെ അടുത്ത നമ്പറായിരിക്കും 3 വരേണ്ട അടിയിലോട്ടേക്ക്. നമ്മൾ സാധാരണ കൊടുക്കുന്നതല്ല ഇങ്ങനെ, പിന്നെ നമ്മളിങ്ങനെ 1, 2, 3 എന്നെല്ലാം കൊടുക്കില്ല. 3 കഴിഞ്ഞാൽ അടുത്ത 4 എന്നെല്ലാം കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും 2 കഴിഞ്ഞപ്പോൾ 3 വന്നു. 3 വന്നതിന് ഇവിടെ എന്താ 4 വരും. പിന്നെ ഇവിടെ 5, 6, 7, 8, 9, 10 വരും. ഓക്കെ, 10 വരും. പിന്നെ 10 കഴിഞ്ഞാൽ എന്താ ഇവിടെ 11 വരും, 12 വരും. ഇവിടെ ഒന്നും കൊടുക്കാനില്ല. 13, 14, 15, 16, 17, 18 വരും. 18 കഴിഞ്ഞാൽ നേരെ 19, 20, 21, 22, 23 ആ രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. ഇനി ഡൗട്ട് വരുന്നത് വെച്ചാൽ ഇവിടെ 54 കഴിഞ്ഞാൽ നേരെ അടിയിൽ 55, 56, 57 കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇവിടെ എന്തായിരുന്നു എലമെൻറ്റ്? ലാന്തനമായിരുന്നു. ലാന്തനത്തിന് ശേഷം എന്ത് വരുന്നുണ്ട്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ലാന്തനത്തിന് ശേഷം എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. 57 ശേഷം എന്താണ് 58 മുതൽ എന്താണ് 58, 59, 60 അങ്ങനെ വരുന്നത്. 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71 ആ രീതിയിൽ. അതേപോലെ 70, 71 അതിനെ പിന്നെ ഡയറക്റ്റ് അടുത്ത 72 അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, കണ്ടാ അതിൻ്റെ 72, 73, 74, 75, 76, 78 അങ്ങനെ പോയിട്ട് 86 വരുന്നുണ്ട്. പിന്നെ 87, 88, 89 ഇത് എന്തായിരുന്നു? ആക്ടീനിയമാണ്. അപ്പോൾ ആക്ടീനിയത്തിന് ശേഷം വരുന്നത് അടുത്ത നമ്പേഴ്സ് 90, 91, 103 വരെയാണ്. അത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിന് ശേഷം പിന്നെ 104, പിന്നെ 105 അങ്ങനെ പോകുന്നു. 118 വരെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ അറ്റോമിക് നമ്പേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താണ് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഒരു അറ്റോമിക് നമ്പർ 9 അയാളുടെ പീരീഡും അയാളുടെ ഗ്രൂപ്പും കൂടി പറയാൻ. ഓക്കെ, അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒന്നും ഓരോ നമ്പേഴ്സ് നമുക്ക് ഓർമ്മിക്കൽ അടങ്ങാറ്. പക്ഷേ നമുക്ക് നോബൽ ഗ്യാസസിൻ്റെ ഓരോ എലമെൻറ്റ്സിൻ്റെയും അറ്റോമിക് നമ്പർ ഇങ്ങനെ ആ ഒരു ഓർഡറിൽ അറിയാം. 2, 8, 18, 2, 10, 18, 36, 54, 86, 118 ആ രീതിയിൽ. അപ്പം 10ൻ്റെ അടുത്ത് വരുന്ന 10, 9ൻ്റെ അടുത്ത് വരുന്ന 10, സോ 10. ഓക്കെ, 10ൻ്റെ മുമ്പേ ആയിരിക്കും അയാൾ, സോ 9 എന്ന് പറയുക ഇയാളായിരിക്കും പൊസിഷൻ. ഓക്കെ, സോ ദിസ് ഇസ് 17th ഗ്രൂപ്പ് ആൻഡ് ദിസ് ഇസ് വിച്ച് പീരിയഡ്? സെക്കൻഡ് പീരിയഡ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായി നടത്താൻ പറ്റും. ഇനി ലാന്തനോയിഡ് സീരീസിൻ്റെ കാര്യമാണ്. ലാന്തനോയിഡ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എന്ത് വരുന്നത്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉള്ളത്. ദാറ്റ് ഈസ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഇനി പീരിയഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ് 1, 2, 3, 4, 5, 6 പീരിയഡാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് എന്നാണ് സീരിയം മുതൽ ലുട്ടേഷ്യം വരെയാണ്. പിന്നെ തോറിയം മുതൽ ലോറൻഷ്യം വരെ. ദിസ് ഇസ് ഇത് ലാന്തനോയിഡ് അല്ല, ഇത് ആക്ടിനോയിഡ് ആണ്. ദിസ് ഇസ് ലാന്തനോയിഡ്. മുകളിലുള്ളത് ലാന്തനോയിഡ്, താഴെയുള്ളത് ആക്ടിനോയിഡ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു 92 അയാളുടെ പീരീഡും അയാളുടെ ഗ്രൂപ്പും. ഓക്കെ, 92. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള 86നെ പറ്റി അറിയാം. 86 കഴിഞ്ഞ്. ഓക്കെ, 86 കഴിഞ്ഞ് പിന്നെ എന്ത് നേരെ 88, 87, 88, 89,
18 റാങ്ക് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, 90 ഉണ്ട്, 91, 92 ഉണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാനായിട്ടും അതെല്ലാം എഫ് ബ്ലോക്കിൻ്റെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അയാളുടെ ഗ്രൂപ്പ് എന്നാൽ ഡെഫിനറ്റ് 3 എന്ന് പറയാൻ പറ്റും. സോ ഗ്രൂപ്പ് 3 ആണ്. പീരീഡ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ അത് 7 ആണെന്ന് കൂടി പറയാൻ പറ്റും. കാരണം എന്താണ് ആക്ടിനോയിഡ്സിൻ്റെ പീരീഡ് എന്ന് പറയുമ്പോൾ 7 ആണ്. 7ഉം 3 എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇനി അറ്റോമിക് നമ്പർ 100 മുതൽ 118 വരെയുള്ള അയാളുടെ സ്റ്റോറി സ്റ്റോറി ഒന്നും ഇല്ല പ്രത്യേകിച്ച്. എന്താണ് 100 മുതൽ 103 വരെ എന്താണ് അതെല്ലാം എഫ് ബ്ലോക്കിൻ്റെ കാര്യങ്ങളാണ്, എഫ് ബ്ലോക്കിൻ്റെ ഭാഗങ്ങളാണ്. സോ എഫ് ബ്ലോക്കിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അയാളുടെ ഗ്രൂപ്പ് നമ്പർ അത് 3 ആണ്. കാരണം ഇതെല്ലാവരും ഈ ഒരു ഏരിയയിലുള്ളത്. ഇനി പീരീഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മുതൽ 103 അത് 7th പീരീഡ്, ബിക്കോസ് അയാളുടെ ആക്ടിനോയിഡ് സീരീസിൽ വരുന്നതാണ്. സോ 7th പീരീഡും ഗ്രൂപ്പ് നമ്പർ 3 എന്നും പറയാൻ പറ്റും. പക്ഷേ അതിനുശേഷം 104, 105 ഒക്കെ എന്തിൽ വരുന്നതാണ്, അതൊക്കെ ഡി ബ്ലോക്സിൽ വരുന്നതാണ്. 104, 105, 106, 107, 108, 109 ആ രീതിയിൽ ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ.